ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ 2024 അവസാനിക്കാറായി. നമ്മളെല്ലാവരും പുതുവർഷത്തിനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആയിരിക്കട്ടെ 2025. ഞങ്ങൾ കൊച്ചിക്കാർക്ക് ന്യൂ ഇയർ എന്നാൽ ഒരു ഉത്സവം, വലിയ ഒരു ആഘോഷമാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഡിസംബർ പകുതിയാകുമ്പോൾ തന്നെ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് മാത്രം കാണുന്ന ഒരു മൊഞ്ചത്തിയെ കാണാനാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. ആളാരാണെന്നല്ലേ, അങ്ങ് ദൂരെ ബ്ലൂ കളറിൽ ഉദിച്ചു നിൽക്കുന്ന ട്രീ കണ്ടില്ലേ, അതാണ്. എൻ്റെ പ്രൊഫൈലിൽ ഉള്ള ട്രീ കണ്ടിട്ടില്ലേ, അതൊരു 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ട്രീ ആണ്. ഇന്ന് ബ്ലൂ ആണ്. ഓരോ വർഷവും പല പല കളറുകളിലായിരിക്കും ഈ ട്രീയെ അണിയിച്ചൊരുക്കുന്നത്. നല്ല തിരക്കാണ് ഇവിടെ. ഒരു ഭാഗത്ത് DJയും ഒരു ഭാഗത്ത് ഗാനമേളയും നടക്കുന്നുണ്ട്. ഒത്തിരി ആളുകളുണ്ട്. പല ജില്ലകളിൽ നിന്നും ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ആളുകൾ വരാറുണ്ട്. ഇത്തവണയും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇനി ന്യൂ ഇയർ ആവുന്നത് വരെ ഇവിടെ ആളുകളും ബഹളവും തിരക്കും എല്ലാമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ രാത്രിയൊന്നും ആരും ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ കൊച്ചിക്കാരുടെ ആഘോഷ ദിവസങ്ങളാണ് ന്യൂ ഇയർ വരെ. ഡിസംബർ 31 ആകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇതിലും ഡബിൾ തിരക്കായിരിക്കും. കൊച്ചി മൊത്തം ബ്ലോക്കൊക്കെ ആയിരിക്കും. ഇത് വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു ഗ്രൗണ്ടാണ്. പല ഭാഗത്തും പല പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രീയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ദേ ഞങ്ങളിവിടെ ട്രീയുടെ അടുത്തെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഏതോ ഒരു സ്വർഗ്ഗലോകത്ത് എത്തിയതുപോലുള്ള അവസ്ഥയാണ്. ഇതിൻ്റെ അടുത്താണ് DJ നടക്കുന്നത്. ഇവിടെ നല്ല പാട്ടും സൗണ്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും കേൾപ്പിക്കുന്നില്ല. ഇവിടെ നല്ല ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡാൻസൊക്കെയാണ് ആളുകൾ. ഇപ്പോൾ ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് ഒരുപാട് തിരക്കാവും. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. കാരണം പിള്ളേരൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിള്ളേരെ ട്രീ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. വേറെ പരിപാടി സ്ഥലത്തോട്ടൊന്നും ഞങ്ങൾ പോയില്ല. പിന്നെ കുറച്ച് നേരം ബീച്ചിൽ പോയി ഇരുന്നതിന് ശേഷം വീട്ടിലോട്ട് പോകും. ഇവിടെ ഇതിലും തിരക്കാവുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. തിരക്ക് ഇവിടെ മാത്രമല്ല, റോഡിലും ഭയങ്കര തിരക്കാണ്. ബ്ലോക്കുമായിരിക്കും, നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ ഇതിലും ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 8 മണിയായി. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ആളുകൾ ഇതിലും ഡബിളാവും. ഇനി ഞങ്ങൾ വരുന്നത് 31 ഡിസംബർ 31 വരുന്നത്. അപ്പോൾ ഇവിടെ പപ്പാനി കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ പപ്പാനി കത്തിക്കുന്നത് കാണാൻ നിൽക്കില്ല. കാരണം പപ്പാനി കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. ചിലപ്പോൾ ശ്വാസമൊക്കെ മുട്ടും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ 31 ഇവിടെ വന്ന് ഇരുന്നിട്ട് പപ്പാനിയൊക്കെ കത്തിക്കുന്ന ടൈമിന് കുറച്ച് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ 31 കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ ജനുവരി 1 ഇവിടെ ഘോഷയാത്രയും അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ കാണിക്കാം. അപ്പോൾ തിരക്ക് ഇവിടെ കൂടി തുടങ്ങി. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രീൻ്റെ അടുത്തുനിന്ന് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം കാണാനുള്ളവർ ഇങ്ങോട്ട് വരിക, ആഘോഷിക്കുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.